2024 ആടുജീവിതത്തിലൂടെ പൃഥ്വിരാജ് സുകുമാരന്റെ കയ്യിലേക്ക് എത്തിയതുപോലെ 2023 നൻപകൽ നേരത്ത് മയക്കത്തിലൂടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ കയ്യിലേക്ക് എത്തിയതുപോലെ 2022 നായാട്ട്, മധുരം എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിലൂടെ ജോജു ജോർജിന്റെ കയ്യിലേക്ക് എത്തിയതുപോലെ 2021 വെള്ളം എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെ ജയസൂര്യയുടെ കയ്യിലേക്ക് എത്തിയതുപോലെ 2020 ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞ സിനിമയിലെ പ്രകടനത്തിലൂടെ സുരാജ് വെഞ്ഞാറമൂടിന്റെ കയ്യിലേക്ക് എത്തിയതുപോലെ ഈ വർഷം 2025 ആരുടെ കയ്യിൽ പോയി ഇരിക്കൂടെ സ്റ്റേറ്റ് അവാർഡ്? ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. സോ നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം. ഹലോ ഗായ്സ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. ഈ വർഷം സ്റ്റേറ്റ് അവാർഡ് ഡിസേർവിംഗ് ആയിട്ട് ഒരുപാട് ആളുകളുണ്ട്. ഇതിനു മുമ്പ് വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിലേക്ക് എത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും അങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഡിസേർവിംഗ് ആയത് ആരാണ്? ആരുടെ കയ്യിലേക്ക് ചെന്ന് ഇത് എത്തണം? ഒരു ഭാഗത്ത് മെഗാസ്റ്റാർ മമ്മൂട്ടി, അപ്പുറത്ത് നമ്മളെ എല്ലാവരെയും കൊണ്ടിരിക്കുന്ന യൂത്തന്മാരിൽ ഏറ്റവും മികച്ച ടാലൻ്റ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആസിഫ് അലി. ഇതിൽ ആരുടെ കയ്യിലേക്കായിരിക്കും ഇവിടെ പോയി ചേരുന്നത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതിൽ ബ്രഹ്മയുഗത്തിലെ മമ്മൂക്കയുടെ പെർഫോമൻസ് നമുക്കറിയാം. മലയാള സിനിമയിലെന്നല്ല, ഇന്ത്യൻ സിനിമയിൽ മറ്റൊരു നടനെ കൊണ്ട് പറ്റുമോ? അല്ലെങ്കിൽ മറ്റൊരു നടൻ, അതും പ്രത്യേകിച്ച് മുൻനിരയിൽ നിൽക്കുന്ന ഒരു സ്റ്റാർ ആയിട്ടുള്ള, ഒരു ഇൻഡസ്ട്രിയുടെ തന്നെ പേരായിട്ട് മാറിയ ഒരു ആക്ടർ അതുപോലുള്ള ക്യാരക്ടറൊക്കെ ചൂസ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സംശയമാണ്. ഒരു സാധ്യതയില്ലാന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ മമ്മൂക്ക ചൂസ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടി ബ്രഹ്മയുഗത്തിനെയും കൊടുമൺ പോറ്റിയെയും. അപ്പോൾ പോറ്റിയുടെ കയ്യിലേക്ക് പോകുമ്പോൾ ആസിഫ് അലി ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. തലവനുണ്ട്, കിഷ്കിന്താകാന്ഡമുണ്ട്, ലെവൽ ക്രോസ് ഉണ്ട്, പിന്നൊരു പടമുണ്ട് അഡിഗോസ് അമിഗോസ്. ഇതിലേറ്റവും കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമ മറ്റേ അഡിഗോസ് അമിഗോസ് ആണ്. അത് ഞാൻ നെറ്റ്ഫ്ലിക്സിൽ ചുമ്മാ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്കും ആ സിനിമ കിടക്കുന്ന കണ്ട് അങ്ങനെ ഒന്ന് കയറി കണ്ടതാണ്. തിയേറ്ററിലൊന്നും പോയി കണ്ടില്ലായിരുന്നു. പക്ഷെ അത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും ഓടിച്ചു വിടാതെ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കണ്ടു തീർത്തൊരു സിനിമയാണ്. അത്രയ്ക്കും മനോഹരമായിരുന്നു അതിനകത്ത് ആസിഫ് അലിയുടെ പെർഫോമൻസ്. സുരാജിൻ്റെയും കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. അപ്പം ആസിഫ് ഇക്ക 4 സിനിമകളുമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജൂറി എന്തായാലും ഇത്തവണ പെടാപ്പാട് പെടും. ഇതിനു മുമ്പ് കെട്ടിയോളാണെൻ്റെ മാലാഖ എന്ന് പറഞ്ഞ ചിത്രം റിലീസായപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു ആസിഫിക്കയുടെ കയ്യിലേക്ക് ഒരു സ്റ്റേറ്റ് അവാർഡ് പോയി ചേരുമെന്നുള്ളത്. പിന്നെ കാറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ, ആ സിനിമയൊക്കെ കിടിലം പടമായിരുന്നു. അന്നൊക്കെ പുള്ളി ശരിക്കും ഡിസേർവിംഗ് ആയിരുന്നു. പക്ഷേ അതിനേക്കാൾ ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾ അപ്പുറത്തുണ്ടായിരുന്നത് കൊണ്ടാകാം പുള്ളിയുടെ കയ്യിലേക്ക് പോകാതിരുന്നത്. പക്ഷേ ഇത്തവണ മമ്മൂക്ക ഡിസേർവിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീസ് വേറെ ലെവലാണ്. അതൊരു ഗോഡ് പെർഫോമൻസ് ആണ്. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയാൻ പറ്റും. പക്ഷെ അപ്പുറത്ത് ആസിഫ് അലി ഇതുവരെ അവാർഡ് കിട്ടിയിട്ടില്ല. ഇത്രയും വർഷങ്ങളായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഇത്തവണ ചെയ്ത ഓരോ ക്യാരക്ടേഴ്സും ഓരോ സിനിമയിലെയും നമുക്ക് ഒന്ന് ഇത് തമ്മിൽ എന്തെങ്കിലും സാമ്യം തോന്നുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി ലെവലിൽ ആ മനുഷ്യൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ആ മനുഷ്യൻ്റെ കയ്യിലേക്ക് ചെന്ന് എത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു മമ്മൂക്ക ഫാനാണ്. മമ്മൂക്കനെ ഒരുപാട് ഇഷ്ടമാണ്. കാര്യം മമ്മൂക്കയുടെ അലമാരയിൽ കുറേ ഉണ്ടാവും ആ സാധനം. ഏത് സ്റ്റേറ്റ് അവാർഡ് അല്ല, ഇന്ത്യയിൽ പുള്ളിക്ക് കിട്ടാത്തായിട്ടൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു ഞാൻ. അപ്പം ആസിഫ് അലിയുടെ കയ്യിലേക്ക് അത് ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ സന്തോഷം മമ്മൂക്കയ്ക്കും സന്തോഷമാകുമെന്ന് തോന്നുന്നു. സോ അങ്ങനെ സംഭവിക്കട്ടെ അല്ലേ? അങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത്തവണത്തെ സ്റ്റേറ്റ് അവാർഡ് ആരുടെ കയ്യിലേക്ക് പോയി ചേരും? ആരുടെ കയ്യിലേക്ക് പോയി ചേരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അത് കമൻറ്റ് ബോക്സിൽ ഇടുക.